ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കേട്ടു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാകാം. യേശു കള്ളന് കഞ്ഞിവെച്ചവനാണോ? ഒരാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചിന്തയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുക. യോഹന്നാൻ 12-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, യേശു പണസഞ്ചി ഏൽപ്പിച്ചത് യൂദാസിനെയാണ്. അവൻ പണക്കൊതിയനായിരുന്നു. അതിൽ വീഴുന്നത് അവൻ കുറച്ച് അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ടാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യം, യേശു കള്ളന് കഞ്ഞി വെച്ചവനാണോ, അല്ലെങ്കിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ ഇവനെ തന്നെ ആ ഒരു പണസഞ്ചി ഏൽപ്പിച്ചത് എന്ന ആ ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് യേശു കള്ളനും കഞ്ഞി കൊടുത്തവനാണ്. ഇന്ന് മറ്റുള്ളവരെ ഒന്ന് വിശ്വസിക്കാൻ, വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്. ഇവിടെ യേശുവിന് അറിയാമായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് പോലും നമ്മൾ കാണുകയാണ്, അവനെ ആ പണസഞ്ചി ഏൽപ്പിക്കാൻ മാത്രം വിശാല ഹൃദയം യേശുവിനുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈ കള്ളനും കഞ്ഞി കൊടുക്കാൻ മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരാൾക്ക് വിദേശത്ത് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നല്ല ബിസിനസ്, സാമ്പത്തികമായിട്ട് നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തി, അവർക്ക് ഒരാളെ വേണം അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്യാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നല്ല ശമ്പളം കൊടുക്കാം, വിസ എടുത്ത് കൊടുക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പക്ഷെ എനിക്ക് വേണ്ടത് ഒത്തിരി പണം ഇടപാടുകൾ നടത്തേണ്ട വ്യക്തി ആയതുകൊണ്ട് വിശ്വസ്തനായ ഒരു വ്യക്തി, സത്യസന്ധതയുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയാൽ മതി, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ക്രമീകരിച്ചു കൊള്ളാം. ഇതിലേക്കല്ലേ മനുഷ്യരായി നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക, 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. എന്നിട്ടും ഈ പണസഞ്ചി ഏൽപ്പിച്ചത് യൂദാസിനെ. അവൻ്റെ ഒരു പ്രത്യേകത, പണക്കൊതിയനായിരുന്നു. അവന് കിട്ടിയതിൽ നിന്നും അല്പാൽപ്പം എടുത്തു മാറ്റുന്ന ആ ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സുഗന്ധ ധൈര്യത്തെക്കുറിച്ച് അവൻ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത് എന്ന് കർത്താവ് തന്നെ പറയുന്നത് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ ഹൃദയവിശാലത. അതാണ് ഇവിടെ നമ്മൾ കാണുക. ട്രസ്റ്റിംഗ് എനിവൺ, ആരെയും വിശ്വസിച്ച് അവരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ മടിക്കാത്ത ഒരു വ്യക്തി. മക്കള് പ്രായപൂർത്തിയായി, കാര്യങ്ങളൊക്കെ അവർക്ക് നയിക്കാൻ പറ്റും, എന്നാലും ഒന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ കാലശേഷം മാത്രം ആരെങ്കിലും നോക്കിയാൽ മതി, അതുവരെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. മറ്റുള്ളവരെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റാതെ പോകുന്ന ആളുകൾ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കാണുക യേശുവിൻ്റെ ആ ഒരു ഹൃദയ വിശാലത. റോമാലേഖനം 12-ാം അധ്യായം 21-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നന്മ കൊണ്ടാണ് തിന്മയെ കീഴടക്കേണ്ടത്. നന്മ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 7-ാം അധ്യായം അതിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ, ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വരുന്നു, കാൽക്കൽ വീഴുന്നു, കണ്ണീരുകൊണ്ട് പാദങ്ങൾ കഴുകുന്നു, മുടികൊണ്ട് പാദങ്ങൾ തുടയ്ക്കുന്നു, സുഗന്ധ തൈലം പൂശുന്നു. ഇവിടെ ശിമയോൻ അവൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. അവനൊരു കമൻറ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ കർത്താവ് ഇത് അനുവദിക്കുമായിരുന്നോ? അനുവദിക്കാവുന്ന ഒരു കാര്യമാണോ? അതുപോലത്തെ മഹാപാപിനിയായ ഒരു സ്ത്രീ, അവള് ഇങ്ങനെ വന്ന് തൊടുന്നതും കരയുന്നതും ഒക്കെ നമുക്ക് സ്വീകാര്യമാണോ? അവിടെയും കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, ഇവളിത് ചെയ്യുന്നത് വലിയ കരുണ അവൾ അനുഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ചെയ്യുന്ന കാര്യമാണ്. അതിനകത്ത് തെറ്റൊന്നുമില്ല. ശിമയോനെയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന യേശുവിനെ നമ്മളവിടെ കാണുക. ഇന്ന് നമ്മളൊക്കെ ഇതിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ്? അവളിൽ നന്മ കാണാനായിട്ട് മറ്റാരും കാണാതിരുന്ന നന്മ യേശു അവളിൽ കണ്ടു. നമ്മളൊക്കെ ഇന്ന് സാധാരണ ചെയ്യാറുള്ളൊരു കാര്യം, ഊഹിച്ച് സംസാരിക്കും. കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ ഊഹിച്ച്, നമ്മുടെ ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉപയോഗിച്ച് ഊഹിച്ച് നമ്മൾ സംസാരിക്കും. വചനം പറയുക, കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നീ വാ തുറക്കുക പോലും ചെയ്യരുത്. പ്രഭാഷകൻ 5:12 നമ്മൾ വായിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഊഹിച്ച് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. അതിനും സമർത്ഥരായിട്ടുള്ള വ്യക്തികളുണ്ട്. പിന്നെ മറ്റു ചിലരെ, അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കാണുന്നത് ഒരു മുൻവിധിയോടുകൂടിയാണ്. എനിക്കറിയാം, ഒരു സ്ത്രീ ഒരു കാലത്ത് പാപജീവിതം നയിച്ചതാണ്. മഗ്ദലേന മറിയവും അങ്ങനെയല്ലായിരുന്നു. ഇവരെ ധ്യാനമൊക്കെ കൂടി നന്നായി നല്ല കൃപകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പോലും ലഭിച്ച ഒരു വ്യക്തി. എന്നിട്ട് പോലും ചിലരുടെ സംസാരം, ഇപ്പം ഇങ്ങനെ ഒക്കെ സ്തുതി പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ആരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവള് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്? അതുകൊണ്ട് അവളെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തികൾ. അതാണ് മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ കാണുന്ന ഒരവസ്ഥ. വചനം നമുക്ക് നൽകുന്ന ചില മഹനീയമായ പാഠങ്ങളുണ്ട്, പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിലൊന്നാണ് ഇവിടെ നമ്മൾ കണ്ട ലൂക്ക 7 അതിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ, സ്നേഹം കൊണ്ട് പാപിനിയെ കീഴടക്കിയ യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് യോഹന്നാൻ 4-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ, സമറിയാക്കാരി സ്ത്രീ
സ്നേഹം കൊണ്ട് യേശു അവളെ കീഴടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവൾ പാപജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ട് ശുശ്രൂഷ ജീവിതം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ അധ്യായത്തിൽ. ലൂക്ക 18:1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭഗ്നാശരാകാതെ നിങ്ങൾ പ്രാർത്ഥന തുടരണം. ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ മാനസാന്തരം അത് വരുന്നത് അല്ലെങ്കിൽ അത് സാധ്യമാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിരുന്ന് കൊടുത്ത് ശത്രുക്കളെ കീഴടക്കുന്ന ഒരു രംഗം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ സിറിയക്കാർ ഇസ്രായേൽക്കാർക്കെതിരെ വന്നപ്പോൾ പ്രവാചകൻ ആവശ്യപ്പെട്ടൊരു കാര്യം, നീ അവരെ വാളുകൊണ്ട് നിഗ്രഹിക്കാൻ നോക്കുന്നതിനേക്കാൾ ഒരു വിരുന്നൊരുക്ക്, അവർക്ക് ആ വിരുന്ന് കൊടുക്ക്. അതെല്ലാം അവർ ഭക്ഷിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഇസ്രായേൽക്കാർക്കെതിരെ അവർ ശത്രുക്കളായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 21 മുതൽ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തൻ്റെ പ്രാർത്ഥന കൊണ്ട് പത്രോസിനെ പോലും സംരക്ഷിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 22:31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, പത്രോസേ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റാൻ ഉദ്യമിക്കുന്നത് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നത് ഞാൻ കണ്ടു. നിന്നെ കറക്കി എറിയാൻ സാത്താൻ പ്ലാൻ ഇടുന്നത് ഞാൻ കണ്ടു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കുക. നീ പോയിട്ട് നിന്റെ സഹോദരങ്ങളെ ഇതുപോലെ ശക്തിപ്പെടുത്തുവിൻ എന്ന് പറയുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, കരുണ കൊണ്ട് ഒരു വിധവയെ പ്രത്യാശ ഭരിതയാക്കുന്ന ഒരു രംഗം. ലൂക്ക 7:11 മുതൽ വായിക്കുമ്പോൾ നായിനിലെ വിധവ, അവളുടെ ഏക മകൻ മരിച്ച് അവൾ നിരാശയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ സാഹചര്യത്തിൽ അവളെ പ്രത്യാശയിലേക്ക് നയിക്കാൻ ഈ മകനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും വചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ജ്ഞാനം 12:13, ഈ ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വചനവും ഈ ദൈവ കരുണയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. അവസാനമായിട്ട് യേശു കള്ളന് കഞ്ഞി വെച്ചവനല്ല, കള്ളനും കഞ്ഞി കൊടുത്തവനും. യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യൂദാസിനും അപ്പം കൊടുത്ത ഒരു യേശുവാണ് നമ്മൾ കാണുന്ന ഈ അധ്യായത്തിൽ കാണുന്ന യേശു ക്രിസ്തു. ഇനി അത് സ്വീകരിച്ചതിനെ തുടർന്ന് അവൻ പാപചിന്തയോടെ അവിടുന്ന് വിട്ടുപോയി, സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അവൻ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നിനക്കിന്ന് കഞ്ഞിയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല യേശു. ഈ ഒരു മനോഭാവം ഉൾക്കൊള്ളുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.